ചിരിക്കല്ലേ ചിരിച്ചാ പിന്നെ ചിരി നിർത്താൻ പറ്റൂല. നമ്മള് എങ്ങനെയും ജീവിക്കാൻ പാടില്ല. ജോസിന് എന്തോ ഐഡിയ പറയാണ്ട്. എന്താ ജോസേ? ഡിഗ്നിറ്റി കളഞ്ഞുകൊണ്ട് നമുക്ക് ജീവിക്കണ്ട കേട്ടോ. ഇത് എന്നെ ഉദ്ദേശാണ്, എന്നെ തന്നെ ഉദ്ദേശാണ്, എന്നെ മാത്രം ഉദ്ദേശാണ്. നമ്മൾ നല്ല അഭിമാനത്തില് തല ഉയർത്തിപ്പിടിച്ച് ജീവിക്കേണ്ടവരാണ് നമ്മൾ. അത് ആണായാലും പെണ്ണായാലും. എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. കുത്തിയില്ലല്ലോ, കുത്താൻ പോണല്ലേ ഉള്ളൂ. ഡിഗ്നിറ്റി കളഞ്ഞിട്ട് ഒരിക്കലും ജീവിക്കരുത്. നമ്മുടെ ഓപ്പോസിറ്റ് ഉള്ള ഒരാള് ഇപ്പൊ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ കാണുമ്പോഴേ എനിക്ക് ഭയങ്കര ദേഷ്യം തോന്നാറുണ്ട്. 100% ഞാൻ യോജിക്കുന്നു. സോഷ്യൽ മീഡിയയിൽ ഓരോ യൂട്യൂബേഴ്സ് ഓപ്പോസിറ്റുള്ള ആളോട്, സെലിബ്രിറ്റികളോട് ഇങ്ങനെ ഡബിൾ മീനിങ്ങിലൊക്കെ സംസാരിക്കും. എന്നെ മനസ്സിലായെന്ന് തോന്നുന്നു. അപ്പോൾ അത് അങ്ങനെ സംസാരിക്കാനുള്ള ധൈര്യം നമ്മൾ കൊടുക്കുന്നതാണ്. അത് മനസ്സിലായി. ആ ധൈര്യം നമ്മൾ ഒരിക്കലും കൊടുക്കരുത്. എന്നോട് എന്ത് അവൻ സംസാരിക്കണമെന്ന് ഞാൻ തീരുമാനിക്കണം. അതിനപ്പുറത്തേക്കുള്ള ഒരു സ്വാതന്ത്ര്യവും ഒരുത്തനും കൊടുക്കരുത്. അതാണായാലും പെണ്ണായാലും. ഞാൻ ഈ പറയുന്നത് നിങ്ങൾ കേൾക്കണ്ടോന്ന് എനിക്കറിയില്ല. കഴിഞ്ഞ ദിവസം ഇങ്ങനെ കുറെ ഒരു വീഡിയോ ഞാൻ കണ്ടത്, ഒരു കഥ കേട്ടിട്ട് കുറച്ച് നാളായി. നല്ല മൂഡ് പറവച്ച. ഒരു റെസ്പെക്ട് ഇല്ലാതെ ഇങ്ങനെ വട കഴിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അത് എൻജോയ് ചെയ്തിട്ട് മറുപടി പറയുന്നതൊക്കെ കാണുമ്പോൾ എന്താ ഉറക്കം വരുന്നു. ഫ്ലാഷ് ബാക്ക്. നിന്റെ വട അതിന് മാത്രം വലിയ വടയാണോ? ചെറുതാണ് എന്നുള്ള രീതിയിൽ ചെറുതാണ്. നല്ലതല്ല, ചെറു. എടോ, ഞാൻ ആകെ ഇച്ചിരി ഉള്ള ഒരാളാണ്. അപ്പൊ നിങ്ങൾ ഈ പറഞ്ഞ സാധനം ചെറുതാണ്. ഫ്ലാഷ് ബാക്ക്. നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ട് തോന്നും. അതൊരിക്കലും അനുവദിച്ചു കൊടുക്കരുത്. എന്നോട് നീ അത് സംസാരിക്കണ്ട എന്ന് തന്നെ പറയണം. അങ്ങനെ ഈ റോളും നഷ്ടമായി. ഞാൻ വരട്ടെ. എങ്ങോട്ട്? അല്ല, ഞാൻ പോട്ടെ. സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. പൊന്നു മോനെ.